അപ്പോഴേ പാറ്റക്കാരുടെ സംഗമം വരുന്നു. എവിടെയാണെന്നല്ലേ? നമ്മുടെ കൊച്ചിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ആഹ്വാനം. പാറ്റകൾ ഇറങ്ങാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മറൈൻ ഡ്രൈവിലാണ് ഒത്തുചേരൽ. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയും ഒത്തുചേരലിന് ആഹ്വാനമുണ്ട്. യോഗത്തിന്റെ അജണ്ടയടക്കം അറിയിച്ച് ടെലിഗ്രാമിൽ സന്ദേശം. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, പാർട്ടികൾ സംഗമിക്കാൻ പോവുകയാണ്. ഇക്കുറി മറൈൻ ഡ്രൈവിലാണ് കൊച്ചിയിൽ സംഗമം നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഈ പാർട്ടികളുടെ ഉദ്ദേശം? ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ടെലിഗ്രാമിൽ വ്യാപകമായിട്ടത് വൈറലായി മാറുന്നുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അജണ്ടയൊക്കെ വെച്ചാണ് അയച്ചിരിക്കുന്നതെന്ന് കേട്ടു. അർജുൻ മട്ടന്നൂർ. ഡോക്ടർ അരുൺകുമാർ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പല ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പോസ്റ്ററുകളും മറ്റും കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു ഒത്തുചേരൽ ഉണ്ടാകും എന്ന തരത്തിലാണ് ആഹ്വാനം. അതിൽ 2:30 ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തുക, അതിനുശേഷം കൃത്യമായ ലൊക്കേഷൻ അറിയിക്കാം എന്നൊക്കെ തന്നെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ പ്രധാനമായും പ്രചരിക്കുന്ന കാര്യം. ഇതിൽ ചില അജണ്ടകൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, പരിചയപ്പെടുകയാണ്, പരസ്പരം പരിചയപ്പെടുക. അതോടൊപ്പം തന്നെ ഈ നിയമപരമായി ഗ്രൂപ്പിനെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലെ കാര്യങ്ങൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ നന്മക്കായി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന കാര്യം ചിന്തിക്കുക. സമൂഹത്തിൽ നടക്കുന്ന അനീതികളും അക്രമങ്ങളും നിയമത്തിന് മുൻപിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ പരസ്പരം അറിവുകളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുക എന്നിങ്ങനെ 5 അജണ്ടകളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇതിന് പിന്നിൽ ആരാണിത് നടത്തുന്നത് എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. പോലീസിനും ഇക്കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തതയില്ല. എന്തായാലും കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ നടക്കാൻ പോകുന്നത്. ഇത് നടക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരമൊരു പ്രചാരണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് 2:30 ഒത്തുചേരൽ നടക്കുമെന്നാണ് ഈ ഗ്രൂപ്പുകളിലും മറ്റും അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് വിവരം നൽകിയത്. പാർട്ടികൾ എത്തുന്നു. മറൈൻ ഡ്രൈവിൽ പാർട്ടികളുടെ സംഗമത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ്. ആരാ നടത്തുന്നത്? ആരാണെന്നറിയില്ല. ആർക്കാണ് നോട്ടീസ് കൊടുക്കേണ്ടത്? അതറിയില്ല. പോലീസുകാരും ആകെ ടെൻഷനില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറ്റാ സംഗമം നടക്കുന്നു. അതിനൊരു മുഖം ഇപ്പോൾ ഇല്ല. അഭിജിത് ദീപ്കയുണ്ട്. അതങ്ങ് അമേരിക്കയിൽ ഇരുന്നാണല്ലോ പുള്ളി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അതിനൊരു പ്രത്യേക മുഖമോ കേരളത്തിലൊരു നേതാവോ കേരളത്തിലൊരു സംവിധാനമോ ഇല്ല. പോലീസുകാർ അന്തം വിട്ടിരിക്കുക. ഇനി വൈകുന്നേരം അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടായാൽ ഇത് ആർക്ക് നോട്ടീസ് കൊടുക്കും എന്നുള്ളതാണ്. എല്ലാവരും ഇത് കേട്ടിട്ട് വരുന്നവരായിരിക്കുമല്ലോ പാർട്ടികൾ. ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നു, ഞങ്ങൾ അസ്വസ്ഥരാണ് സർ.